ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബയോളജിയിലെ അടുത്ത ടോപ്പിക് എടുക്കാം. ജീവകങ്ങളും ധാതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിറ്റാമിനുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഓക്കെ, ആകെ 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് വരിക, അതായത് 2 മാത്രം. സാക്കറിൻ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? ഇൻസുലിൻ നിർമ്മാണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ധാതു സിങ്ക് ആണ്. അപ്പോൾ ധാതുക്കളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ധാതു ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് ഏതൊക്കെ? ഈ കാൽസ്യം, ഇരുമ്പ്, അയഡിൻ, സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സിങ്ക് അല്ല. ഓക്കെ, അതിൽ കൂടിയ അളവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളിൽ വരുന്നതാണ് ഏതൊക്കെയാണെന്ന് അറിയാമോ? കാൽസ്യം, പിന്നെ ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം. ഇതൊക്കെ എന്താണ്? നമ്മുടെ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. കാൽസ്യവും ഫോസ്ഫറസും എന്തിനാണ് സഹായിക്കുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പിന്നെ അതിൻ്റെ പേശികളുടെയും നാഡികളുടെയും ഒക്കെ പ്രവർത്തനത്തിനും സഹായിക്കുന്നത് ഈ കാൽസ്യവും ഫോസ്ഫറസും ആണ്. അത് നമുക്ക് കൂടിയ അളവിൽ ആവശ്യമാണ്. ഇനി സോഡിയം ആണെങ്കിലോ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതാണ് സോഡിയം കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കണേ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുക. ഈ സോഡിയം കുറഞ്ഞു പോയി എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ല ഓരോരുത്തർക്ക്. ഓക്കെ, വിറ്റാമിൻ അല്ല, ധാതു. പിന്നെ പൊട്ടാസ്യം, കെ എന്നായിപ്പോയി ഞാൻ വായിക്കാൻ പോയത്. പൊട്ടാസ്യം ആണ് അത്. പൊട്ടാസ്യം ആണെങ്കിലോ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളിൽ വരുന്നതാണ്. ഇനി അധികം അളവിൽ വേണ്ട എന്നാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടതുമായിട്ടുള്ള കുറച്ച് ധാതുക്കളാണ് ഏതൊക്കെ? കോപ്പർ, അയേൺ, പിന്നെ സിങ്ക് ഇപ്പം നമ്മൾ പഠിച്ചില്ലേ. മഗ്നീഷ്യം നമ്മൾ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. പിന്നെ ആരുണ്ട്? പിന്നെ അയഡിൻ ഉണ്ട്. അയഡിൻ അറിയാലോ, അയഡിൻ ഉണ്ട്. പിന്നെ ഫ്ലൂറൈഡ് ഉണ്ട്. ഓക്കെ, ഫ്ലൂറൈഡ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്താണ്? കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഇരുമ്പ് നമ്മൾ എന്തിനാ സഹായിക്കുന്നത്? ഇരുമ്പ് രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഇരുമ്പ്. അയഡിൻ പറയൂ. അയഡിൻ ആണെങ്കിലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും അതേപോലെ മാനസിക വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പം അമിത രക്തസമ്മർദ്ദവും പക്ഷാഘാതവും ആർത്രൈറ്റിസും ഒക്കെ തന്നെ ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാണ്. ആൻസർ വരുന്നത് അപ്പോൾ ഏതാണ്? എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊരു ജീവിതശൈലി രോഗം അല്ല. ഓക്കെ, നാലാമത്തെ ചോദ്യം, പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബർസേലിയസ് ആണ് കേട്ടോ. ബർസേലിയസ് ആണ്. ഓപ്ഷൻ ബി, ബർസേലിയസ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ചോദിച്ചു കഴിഞ്ഞാൽ കേസിനാണ്. ഓപ്ഷൻ സി, കേസിൻ. ഓക്കെ, ആറാമത്തെ ചോദ്യം, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഏതാണ്? വിറ്റാമിനുകളുടെ പ്രത്യേകതകൾ പഠിച്ചിരിക്കണേ. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, വിറ്റാമിൻ ജീവകം ഇ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് പറയുന്നത്. അതേപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പിന്നെയോ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? ഈ വിറ്റാമിൻ ഇ തന്നെ ആണ്. ഈ വിറ്റാമിൻ തന്നെയാണ് ഒരു ഹോർമോണായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പിന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാലും ഈ തന്നെയാണ് കേട്ടോ. അപ്പോൾ വിറ്റാമിൻ ഇ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് കേട്ടോ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ,
ജീവകം എയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ജീവകം എ, വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? റെറ്റിനോൾ ആണ് അല്ലേ? ഓപ്ഷൻ എ റെറ്റിനോൾ. അപ്പോൾ ഓരോന്നിൻ്റെ ശാസ്ത്രീയ നാമം നമുക്ക് പഠിക്കാനുണ്ട്. ABCD തുടങ്ങി B1 B2 അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം നമുക്ക് പഠിക്കണം. ഞാനത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. 8ാമത്തെ ചോദ്യം, ജീവകം എ അത് സംഭരിക്കുന്നത് എവിടെയാണ്? ജീവകം എ എന്ന് കാണുമ്പോഴേക്ക് കണ്ണ്, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതല്ല, നമ്മളെ ട്രാപ്പിലാക്കുന്ന ഓപ്ഷനാണ് തരുന്നത്. അപ്പം ജീവകം എ എന്ന് കാണുമ്പോഴേക്ക് അതിൻ്റെ കൂടെ കണ്ണ് എന്ന് പറഞ്ഞ് നമ്മൾ ജോഡി ചേർത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് സംഭരിക്കുന്നത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെവിടെയാണ്? കരളിലാണ് അല്ലേ? ഓപ്ഷൻ ബി കരൾ. ഓക്കെ. 9ാമത്തെ ചോദ്യം, ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഏതിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്? വിറ്റാമിൻ ഡിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. റെറ്റിനോൾ നമ്മൾ നേരത്തെ കണ്ടു, ഞാൻ വെട്ടിക്കളഞ്ഞു. ബി തൈമിനാണ്. അപ്പോൾ ഡി ഏതാണ് വരുന്നത്? കാൽസിഫെറോൾ ആണ്. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. 10, പയോറിയ ബാധിക്കുന്ന അവയവം. പയോറിയ ബാധിക്കുന്നത് ആരെയാണ്? മോണേനെയാണ് കേട്ടോ. മോണ. ഓക്കെ. 11, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരിക? ജീവകം ഡി ആണ് അല്ലേ? വിറ്റാമിൻ ഡി ആണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 12ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ബ്യൂട്ടി വൈറ്റമിൻ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വിറ്റാമിൻ ഇ ആണ്. അതായത് 3ാമത്തതാണ്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ഡി വരും. 3 മാത്രം എന്ന് വരും. ഓക്കെ. വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പഠിക്കണം അല്ലേ? ഓരോന്നിൻ്റെയും ശാസ്ത്രീയ നാമം പഠിക്കണം. അതിന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള കോഡ് തന്നെയാണ്, എൻ്റെ സ്വന്തം കോഡല്ല. ഞാൻ മുമ്പ് എപ്പോഴോ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇതിലെഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. റെതറൈനി പാബിബഫോസെ അക്ക ടോഫി. എന്താ വായിക്കുക? റെതറൈനി പാബിബഫോസെ അക്ക ടോഫി. ഇത് ഇങ്ങനെ പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് കിട്ടും. എനിക്കിപ്പോഴും ഇത് ഓർമ്മയുണ്ട്. റെതറൈനി പാബിബഫോസെ അക്ക ടോഫി. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ എന്താണ്? ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, ഇത് അറിയുന്നതായിരിക്കും. വിറ്റാമിൻ എ ആണെങ്കിൽ ഏതാണ് വരിക? റെറ്റിനോൾ. ഇത് വിറ്റാമിൻ എ, ഞാൻ എഴുതുന്നില്ല കേട്ടോ. റെറ്റിനോൾ. റെറ്റിനോൾ. ഇനി B1 ആണ് അടുത്തത്. B1 സ്റ്റാർട്ട് ചെയ്യുവാണ്. B1 തയമിൻ. തയമിൻ. ഓക്കെ. പിന്നെ റൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈബോഫ്ലാവിൻ. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. നമുക്ക് ഓരോന്ന് പഠിക്കാം. നമ്മളത് കണ്ടല്ലോ. റെറ്റിനോൾ ആണ് വിറ്റാമിൻ എ. തയമിനാണ് വിറ്റാമിൻ B1. പിന്നെ റൈ എന്ന് പറഞ്ഞാൽ റൈബോഫ്ലാവിനാണ് B2. ഓക്കെ. നിയാസിനാണ്. ആദ്യം നിങ്ങൾ മറ്റേത് എഴുതിയെടുത്തോ, എന്നാലേ ഞാൻ ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. റെതറൈനി. അപ്പോൾ B3 ആണ് നിയാസിൻ. ഓക്കെ. B5 വരുന്നത്, അപ്പോൾ റെതറൈനി പായല്ലേ വരുന്ന? ഫോർ പാൻഡോതെനിക് ആസിഡ്. അതേതാണ്? B5 ആണ്. പാൻഡോതെനിക് ആസിഡ് B5. റെതറൈനി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഡോക്സിൻ. അതേതാണ് വരിക? B6. അപ്പോൾ റെതറൈനി പാബി കണക്റ്റ് ആയല്ലോ. റെറ്റിനോൾ, തയമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, പാൻഡോതെനിക് ആസിഡ്, പിരിഡോക്സിൻ. ഓക്കെ. ഇനി പാബിബഫോസയാണ് ബയോട്ടിൻ. അതേതാണ്? B7 ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഫോളിക് ആസിഡ് B9 വരും. ബഫോസെ സൈനോകൊബാലമിൻസ്. അപ്പം B12 വരും. ഓക്കെ. റെതറൈനി പാബിബഫോസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി കേട്ടോ. വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. അക്ക എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ. ഏതാണ്? വിറ്റാമിൻ ഡി. അക്ക ടോഫി. എന്ന് പറഞ്ഞാൽ ടോക്കോഫിറോൾ. അതാണ് വിറ്റാമിൻ ഇ.
ടോഫി, ഫിലോക്കിനോൺ, ഓപ്ഷൻ വിറ്റാമിൻ കെ. ഓക്കെ, അപ്പം റെതറൈനി പാബി ബഫോസെ അക്ക ടോഫി പഠിച്ചല്ലോ. റൈനി പാബി ബഫോസെ അക്ക ടോഫി. ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒന്ന് എഴുതി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വൈറ്റമിൻസ് കഴിഞ്ഞു. ഇത്ര ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. ശരി കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും എക്സ്ട്രാ പറയണമെന്നുണ്ട് വെച്ചാൽ നമുക്ക് വേറെ ചെയ്യാം. വിറ്റാമിൻ കെൻ്റെ 1-2 പോയിൻറ്റും കൂടി പറയട്ടെ ഞാൻ. കാരണം വിറ്റാമിൻ കെ ഏതാണ്? ഫിലോക്കിനോൺ എന്നാണ് അറിയപ്പെടുന്നത്. കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെയോ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാ? ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി ആണ് അല്ലേ? ഒക്കെ നമ്മൾ പറയുന്നതാണ്. പിന്നെ കുടലിലെ ബാക്ടീരിയാസിനെ നിർമ്മിക്കുന്നത് ആരാ? വിറ്റാമിൻ കെ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ വിറ്റാമിൻസ് പഠിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഇനി മുമ്പ് ചെയ്ത വീഡിയോസിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു കേട്ടോ. നമ്മൾ ബയോളജീൻ്റെ മനുഷ്യ ശരീരം ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.